ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം കിങ് ബാക്ക് അഗൈൻ ഗൈസ്. നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡായിട്ട്. ഈ ഒരു എപ്പിസോഡിന്റെ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ആനിമൽ ഹോസ്പിറ്റൽ ഗൈസ്. ഇതെന്താണെന്ന് അറിയത്തില്ല, വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഈ ആനിമൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഗെയിം. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രെൻഡ് ആകുന്നത് എന്നൊന്നും അറിയില്ല. ഗെയിമിന്റെ പിന്നിലെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിയില്ലായിരുന്നു. ഞാനിത് കുറച്ച് കളിച്ചു നോക്കി. ഇത് കളിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് കുറച്ച് കളിച്ചു നോക്കിയായിരുന്നു. ഇത് ഞാൻ നേഴ്സ് എന്ന് എഴുതിയിട്ട് അതിന്റെ മീനിങ് നോക്കിയറിയാം. ടോപ്പ് ഷിഫ്റ്റ് 2. ഇത് ഇവന്മാര് കുറെ പറയണ്ടായിരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇത് നമ്മള് ഒരു ടോപ്പ് ഷിഫ്റ്റ് 2 എന്ന് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ 4 ഷിഫ്റ്റ് വരെ ഇത് കളിച്ചിട്ടുണ്ട്. ഇത് എന്തോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കാം. To the hospital until you find out. Oh, I am waiting for players എന്ന് കാണിക്കുന്നത് ഒറ്റയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. അവളില് ഞാനിവിടെ ചെക്ക് ഇൻ പേഷ്യൻസ് വെയിറ്റ് ഫോർ വിസിറ്റേഴ്സ് ഓക്കെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം ഏരിയ എന്ന് പറയുന്നത്. ഇതൊരു ക്യാമറയാണ്. ഈ ക്യാമറ നമുക്ക് ഇപ്പം ഓഫ്ലൈൻ ആണ്. ഇവന്മാരൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഐ ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ഇവൻ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മളിത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇവന്റെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കണം. ഇവന്മാര് അനോമലിയാണ്. ഇവന്മാര് അനോമലി ആണോ ഇല്ലയോ നമുക്കറിയത്തില്ലല്ലോ. അതാണ് നമ്മൾ നോക്കുന്നത്. ഇവന്മാർ അനോമലി ആണോ അതോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ഇവൻ്റെ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അനോമലി ആണെങ്കിൽ ഈ ഫോട്ടോ അനോമലിക്ക് ഇഷ്ടമില്ല. അവൻ അനോമലി അല്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ പ്രിൻറ്റ് ബാഡ്ജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവൻ്റെ ബാഡ്ജ് പ്രിൻറ്റ് ചെയ്യുക. ഇവൻ്റെ പേരെഴുതിയ ഒരു ബാഡ്ജ് ഇവിടെ വരും. നമ്മൾ അതവന് കൊടുക്കുക. ഈ ബാഡ്ജ് പച്ച കളറാണെങ്കിൽ അവൻ അനോമലി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവനെ വിടുക. അവൻ നമ്മൾ എടുക്കുന്ന. പക്ഷേ അതിനുള്ളൊരു സാധനങ്ങൾ നമുക്കുണ്ട് ഇവിടെ. നിങ്ങളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കേൾക്കാനുണ്ടോ? എനിക്ക് സൗണ്ട് കേൾക്കാനില്ല കേട്ടോ എനിക്ക് ഗെയിമിൻ്റെ ഓഡിയോ ആക്ച്വലി എനിക്ക് കേൾക്കാനില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഗെയിമിൻ്റെ ഓഡിയോ കേൾക്കുന്നില്ല. ഹലോ, മൈ നെയിം ഈസ് ഹീറോ സ്പൈഡേഴ്സ്. ഐ ആം ഹിയർ ഫോർ മൈ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അവൻ്റെ അപ്പോയിൻമെൻറ്റ് തരാമെന്ന്. ഓക്കെ, ടേക്ക് ഫോട്ടോ. ആൻഡ് നിങ്ങൾ മാക്സിമം ഇങ്ങനെ നോക്കിയിട്ട് ഇതെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ സൈഡ് നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെത്ത് ആവും ആക്ച്വലി. ആ സാധനം കുറേ ആൾ നമ്മൾ നോക്കണം. ഇതിൻ്റെ അകത്ത് ഇവനൊന്ന് അപ്പോയിൻമെൻ്റ് അടിച്ച് നമ്മൾ കൊടുക്കുക എപ്പോഴത്തെ പോലെ തന്നെ. ഈ സാധനം ആ ഫോട്ടോ നിങ്ങൾക്ക് ബ്ലറായിട്ട് കാണുന്നതെങ്കിൽ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെ നോക്കാതിരിക്കുകയാണ്. നിങ്ങൾക്കും സേഫ്, എല്ലാവർക്കും സേഫ്. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കിനി ട്രീറ്റ് ചെയ്യണം ഇവരെ. ഔച്ച് എന്നൊക്കെ അവൻ പറയും. അത് നമ്മളെന്തോ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്തോ ചെയ്തതാണ് അവനെ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യുക. മേളിൽ കാണുന്ന ആ ബ്ലാക്ക് സ്ക്രീൻ ബോർഡിൽ എനിക്ക് ഇപ്പോഴും വോളിയൊന്നും കിട്ടുന്നില്ലടാ. നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ കേൾക്കുന്നതാണെന്നില്ല. ഇപ്പോൾ അവൻ്റെ സെറ്റായി. ഇപ്പോൾ അവൻ്റെ മേളിൽ അത് എഴുതി എന്ത് മെഡിസിനാണ് കൊടുക്കേണ്ടതെന്ന് കാണിക്കും. ഇതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം. നമ്മൾ എത്ര ദിവസം മേളിൽ നമ്മളെ ഷിഫ്റ്റ് 1 എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. ട്രീറ്റ് ദ പേഷ്യൻ്റ്. ഓക്കെ, ഇവന് വേണ്ടത് ഹെർബ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഹെർബ് ഇവിടെ ഒരുപാട്. ഇവൻ എന്തോ വേണ്ടതെന്ന് കൂടെ നോക്കിയിട്ട് ഞാൻ മറ്റവനെ കൂടെ ട്രീറ്റ് ചെയ്യാം. അല്ല, രണ്ടുപേർക്ക് ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്നതല്ലടാ അതിൻ്റെ ഒരു ഇത്. ഇവന് വേണ്ടത് ഐ ഡ്രോപ്പാണ്. ഐ ഡ്രോപ്പ് എല്ലാത്തിൻ്റെ ഞാൻ കാണിച്ചു തരാം മീൻസ്. ഐ ഡ്രോപ്പും ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടെ ഹെർബുണ്ട്, മെഡിസിൻ ഉണ്ട്, പിന്നെ ഇവിടെ ഉള്ളത് കപ്പ് സിറപ്പുണ്ട്, മേബിൾ സിറപ്പുണ്ട്, ബാൻഡേജസ് ഉണ്ട്. ഇതെന്തോ ഓയിൽമെൻ്റ് ഉണ്ട്, മെഡിക്കിറ്റ് ഉണ്ട്, തെർമോമീറ്റർ ഉണ്ട്, പിന്നെ ഐ ഡ്രോപ്പ് ഉണ്ട്, ഐ വി ഡ്രോപ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണ്ടത് ഐ ഡ്രോപ്പ് വേണം. നമുക്ക് ഇതൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പം ഇവൻ്റെ ഡെത്താട്ടോ. നമ്മുടെ പോയിൻ്റ് പോകും ഗെയിമിൽ നിന്ന്. നമ്മുടെ സെൻസിറ്റിവിറ്റി കുറയും. നമ്മൾ ഡെത്ത് ആവാൻ ചാൻസ് കൂടുതലാവും ഇവന്മാർ ഡെത്ത് ആവുമ്പം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ഡെത്ത് ആവാൻ നോക്കണം. ഇവന് വേണ്ടത് ഹെർബാണ്.
ഇനി ഇത് ലോഡായി ഇവന്മാർ പൊയ്ക്കോളും. ഡോക്ടർ ഈസ് അറൈവിങ്, അതായത് ഡോക്ടർ ഇപ്പോൾ കമ്മിങ് ആവും. ഇതാണ് നമ്മുടെ ഡോക്ടർ. ഈ ഡോക്ടർ വന്നിട്ട് നമ്മളോട് പറയും എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അതായത് നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഈ ഡോക്ടർ നമുക്ക് കൊണ്ടുവരും. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഡോക്ടർ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. യു മസ്റ്റ് ബി ദ ന്യൂ ഹെയർ, ഐ ആം ഡോക്ടർ ഹാർലോ. ആൻഡ് ഹാർലോ എന്നാണ് ഈ ഒരു ഡോക്ടറിൻ്റെ പേര്. സം ഡിവൈസ് ഇഫ് തിങ്സ് ഗോട്ട് സ്ട്രേഞ്ച് ജസ്റ്റ് കീപ് വർക്കിംഗ്. ഓക്കെ, ഐ വിൽ ഫിക്സ് അപ്പ് ദ ഷട്ടേഴ്സ് ആൻഡ് സെക്യൂരിറ്റി ക്യാമറാസ് ഫോർ യു. നമുക്ക് ഷട്ടേഴ്സും സെക്യൂരിറ്റി ക്യാമറാസും ഡോക്ടർ നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നു. ഇതാണ് ഷട്ടർ ആൻഡ് സെക്യൂരിറ്റി ക്യാമറ ഇതാണ്. ഇപ്പോൾ ക്യാമറ ഓഫ്ലൈനാണ്. അതിപ്പം ഈ ഡോക്ടർ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ സെറ്റ് ആവും. നമ്മുടെ ഷിഫ്റ്റ് റിപ്പോർട്ട് സൈഡിൽ കാണാം. 2 പേഷ്യൻ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തു ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അനിമൽ ഡെത്ത്സ് കുറവാണ്. ഓക്കെ, അങ്ങനെയൊക്കെ എക്സലൻ്റ് ആണ്. കണ്ടോ താഴെ നമ്മൾ എക്സലൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ബെസ്റ്റ് ഗെയിം കിങ് RS അങ്ങനെയൊക്കെ കൊടുക്കും. ആൻഡ് ഇവനെ കണ്ടറിയാം ഇവൻ അനോമലിയാണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇവൻ അനോമലിയാണ്, നമുക്കറിയാം, കണ്ടാലേ ഇവനെ മനസ്സിലാവും ഇവൻ അനോമലിയാന്ന്. നമ്മൾ ഇവനെ ടേക്ക് എ ഫോട്ടോ എടുത്ത് നോക്കുക. ഒന്നെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ ക്യാമറയിലായിരിക്കും ഈ അനോമലിയെ പതിയുക. കണ്ടോ ഈ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴും അവൻ്റെ കണ്ണ് കണ്ടാലേ അറിയാം. ഈ ക്യാമറ എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ട ഗൈസ്, അവൻ ചരിഞ്ഞാണ് ഈ ക്യാമറയിൽ ഇരിക്കണേ. അവൻ അനോമലിയാണെന്നാണ് അർത്ഥം. ഇവൻ്റെ തല കടന്ന് വെട്ടണം. കണ്ട ഇങ്ങനെ തല വെട്ടണവന്മാരും ഞാൻ അറിയാതെ അവന് വേണ്ടി ഇതടിച്ചു. ഇത് ഷട്ടർ അങ്ങ് അടച്ചേക്കുക. അനോമലിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷട്ടർ അടച്ചേക്കുക. അവൻ്റെ പാടിനോക്കും. യു ക്യാൻ റെഫ്യൂസ്. എൻ്റെ മോനെ, അവൻ അനോമലിയാണ്. വേണ്ട, അവനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അവന്മാരെയൊക്കെ അങ്ങ് പോട്ടേന്ന് പറയണം. അത് കഴിഞ്ഞ് ഷട്ടർ ഓപ്പൺ ചെയ്യാം. ഇവൻ വന്നിട്ടുണ്ട്. ഇവനെ കണ്ടാൽ നോർമലി പയ്യനായിട്ടൊക്കെ പറയും. ഇവൻ അനോമലി ആണോ എന്തോ നോക്കാം നമുക്ക്. ഐ ആം ഹിയർ ഫോർ മൈ അപ്പോയിൻറ്റ്. ഇവൻ്റെ പേര് പറഞ്ഞായിരുന്നോ? ഇവൻ്റെ പേര് പറഞ്ഞില്ല. ഇവൻ അനോമലി ആണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഇവൻ്റെ പേര് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. പറഞ്ഞായിരുന്നോ അതോ ഞാൻ ശ്രദ്ധിക്കാഞ്ഞാണോ? ഇവൻ അനോമലി അല്ല. ക്യാമറയിലും ചെക്ക് ചെയ്തിട്ട് ഇവനൊരു അനോമലി ആയിട്ടുള്ള ഇവൻ്റെ ഒരു റെഫറൻസ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇവന് ബാഡ്ജ് എടുത്ത് കൊടുക്കുകയാണ്. ഈ ബാഡ്ജ് എടുക്കുമ്പോൾ പച്ച കളറാണെങ്കിലും അവന്മാർ അനോമലി ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. പച്ച കളറുള്ള ബാഡ്ജ് ആണെങ്കിലും നമുക്ക് നോക്കാം. ഇനിയും അടുത്ത ആൾ വരുന്നുണ്ട്. ഇവൻ്റെ ആണെന്ന് തോന്നുന്നു അനോമലി വന്നേ. ഇവൻ്റെ അനോമലി ആണെന്ന് തോന്നുന്നു. നമുക്ക് നേരത്തെ വന്നായിരുന്നേ, അറിയത്തില്ല. ഇവൻ്റെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ വാണ്ട് ടു ചെക്ക് ഇൻ ഹാസ് എ അപ്പോയിൻമെൻ്റ്. ഒക്കെ ഇവനും കുഴപ്പമില്ലെങ്കിൽ എടുത്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവനും കുഴപ്പമില്ല. നമ്മുടെ സെൻസിറ്റിവിറ്റി 57% കേട്ടോ. അത് നമുക്ക് കൊടുക്കാം. സെൻസിറ്റിവിറ്റി കൂട്ടാൻ എന്ത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ ഇവനോട് ഇന്ന് കൊടുത്തിട്ട് സെൻസിറ്റിവിറ്റി സെറ്റാവാം. സെൻസിറ്റിവിറ്റി 57 താങ്ക്സ്. ഐ വിൽ ബി ഇൻ റൂം 4. ഓക്കെ, അടുത്ത ആൾ വരുന്നുണ്ട്. അതിനേക്കാളും നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത സെൻസിറ്റിവിറ്റി ഇവനെയും കൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ സെൻസിറ്റിവിറ്റി കൂടുന്ന സാധനം കാണിച്ചു. ഐ ആം റെസ്റ്റീസിയോ. ഐ ആം ഹിയർ ഫോർ മൈ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അവൻ്റെ അപ്പോയിൻമെൻറ്റ് അവൻ കാണിക്കാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇതൊരു ഫൺ ഗെയിമാണ്. പിന്നെ ചെറിയൊരു ഹൊറർ ഗെയിം കൂടെ ഉണ്ട്. ഇവൻ അനോമലി ആണോ? അല്ല, ഇവൻ അനോമലി അല്ല. ഇതൊരു ഫൺ ഗെയിമാണ്. നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇവനെ ക്യാമറയിലൂടെ കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറയത്തുള്ളൂ ഞാനിത്. കുഴപ്പമില്ല. ഇവൻ ഓക്കെയാണ്. ഇവനെ നമുക്ക് ബാഡ്ജൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാം. താങ്ക്സ്. ഐ വിൽ ബി ഇൻ റൂം. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി കൊടുക്കുന്നത്. കോഫി കണ്ട 66, 71 കണ്ട. അത്ര വട്ടം നമുക്ക് കോഫി കുടിക്കാൻ നമ്മുടെ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ നമ്മൾ ചാവത്തില്ല. നമ്മുടെ ഷിഫ്റ്റ് 2 ആയിട്ടേ ഉള്ളൂ ഇത്ര നേരമായിട്ട്. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവന്മാരെ ട്രീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് ആക്ച്വലി നല്ലൊരു ഗെയിമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗെയിം. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഗെയിം ഞാൻ പറയാൻ മറന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ഗൈസ്. ലൈക്ക് അടിക്കുക ഗൈസ്. വീഡിയോയ്ക്ക് എതിരെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, മറന്നുപോയാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റൂട്ട് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അടിച്ചങ്ങ് പൊട്ടിക്കുക. റൂട്ട് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ സ്റ്റീൽ എബ്രൻഡോട്ടൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ അടിക്കുന്നോ അപ്പോൾ നമ്മൾ ഹലോവിൻ ബേസ്
നമ്മൾ എടുക്കുന്നതായിരിക്കും. ഡോൺ ലുക്ക് അറ്റ് അപ്പ്. ഓക്കെ ഗൈസ്, ഡോൺ ലുക്ക് അറ്റ് അപ്പ്. ആൻഡ് ഇതിൻ്റെ മേളിൽ ഐറ്റം ഉണ്ട് കണ്ടാ, ഇവിടെയും ഡോൺ ലുക്ക് അറ്റ് അപ്പ്. ഓക്കെ, ഇതിൻ്റെ മേളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കുറയും കണ്ട, അതാണ് സാധനം. ആൻഡ് ഇവർ രണ്ടുപേരും അനോമലി ആയിരുന്നു, നമ്മൾ അറിയാതെ കയറ്റി വിട്ടു. കാരണം ഇവന്മാർ രണ്ടുപേരും സെയിം ബോഡിയാണ്, ശ്രദ്ധിച്ചാൽ അറിയാതെ നമ്മൾ കയറ്റി വിട്ടുകയാണ്. അത് നമുക്ക് കാര്യം വെക്കണം, നമ്മൾ സാധാരണ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി മേളിലോട്ട് നോക്കാതെ. ആൻഡ് ഇവന്മാർ ചില അനോമലിക്ക് ഭയങ്കര പ്രശ്നങ്ങളുമുണ്ട്. ആൻഡ് അവനിത് പ്രോസസ്സിങ് ആയിക്കഴിഞ്ഞാൽ അവന്മാർ എണീറ്റ് തന്നെ പൊക്കോളും, ഒരു പ്രശ്നമില്ല. നമുക്കൊരു യാതൊരു വിധത്തിലുള്ള സീനും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ആൻഡ് ഇങ്ങനെയുള്ളത് കുഴപ്പമില്ല. ആൻഡ് വേറെ റിച്വലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അനോമലീസിൻ്റെ മെയിൻ അനോമലീസിനെ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ റിച്വലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട ഹെർബാണ്. ഹെർബെടുത്തോ അത്രേ ഉള്ളൂ. ആരേ പേടി ഇവന്മാർ രണ്ടുപേരും പോലും. ഡോക്ടർ ഈസ് അറൈവിങ്. ഓക്കെ, നമ്മുടെ ഷിഫ്റ്റ് ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഷിഫ്റ്റ് 2 ഷിഫ്റ്റ് നമ്മുടെ അങ്ങനെ ഓവറായിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ വന്നു. ഇനി എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഐ ആം ഓപ്പണിങ് ഇഫ് യു അത് വായിക്കാൻ പറ്റില്ല. ദ സപ്ലിമെൻറ്റ് ഷോപ്പ് വിൽ ബി ഓപ്പൺ ഫോർ ലിമിറ്റഡ് ടൈം. ഓക്കെ, ഒരു ലിമിറ്റഡ് ടൈമിൽ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അവൻ. ആൻഡ് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അതൊരു ലിമിറ്റഡ് ടൈം മാത്രമാണ്. ഓക്കെ, നമ്മുടെ ഷിഫ്റ്റ് റിപ്പോർട്ട് വന്നു. 3 അനിമൽസിനെ ട്രീറ്റ് ചെയ്തു. ഒരാൾ നമ്മൾ പറഞ്ഞു വിട്ടു. എക്സലൻ്റ് ആണ്. ഓക്കെ, എല്ലാം നമ്മൾ ചെയ്ത കറക്റ്റാണ്. $100 കൂടെ നമുക്ക് കിട്ടി. $163. ഓക്കെ, ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗെയിം കിങ് RSID പിന്നെയും പഴയതുപോലെ തന്നെ. ആൻഡ് ഇവിടെ കണ്ടോ, ഇതൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇത് ലിമിറ്റഡ് ടൈമിലേ ഉള്ളൂ. ആൻഡ് ഇത് പോകും. ഓക്കെ, ഷിഫ്റ്റ് 3 ആയിട്ടുണ്ട് അങ്ങനെ. ആൻഡ് ഗൈസ് നമുക്ക് നോക്കാം ഗൈസ്. Emotional, damn it! ഐ ആം സോറി ഗൈസ്, ഇവിടെ ചെറുതായിട്ടൊന്ന് കറണ്ട് പോയി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.